ലൈഫ് ചേഞ്ചസ് എന്ന് പറയുന്ന പോലെ ലുക്ക് ചേഞ്ചസ്, അതുപോലെ കോളേജിന്റെ മുഖച്ഛായം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ വെള്ളടിച്ചു, നോസ്റ്റു. ആ പുള്ളി സീനിയർ ആയിരുന്നു, വന്ന് പ്രപ്പോസ് ചെയ്യുന്നു, കത്തായിരുന്നു വന്ന്. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്തായാലും ക്ലാസ് റൂം ഒക്കെ മാറി, പക്ഷെ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഉണ്ട്. ഗൈസ്, ഞാൻ കോപ്പി അടിച്ച ക്ലാസ് ഇത്. ഒരു സ്ട്രോങ് ചായ. ശരിക്കും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഒരിക്കലും ഇവിടെ 3 വർഷം പഠിച്ചിട്ട് ഇപ്പോൾ ഗസ്റ്റായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യാന്ന് പറയണതിൽ വലിയൊരു ഭാഗ്യം വേറെ എന്താ നമുക്ക് കിട്ടാനുള്ളത് അല്ലേ? ഒന്നും പറയല്ലേ, സ്പീച്ച്ലെസ്. കന്നഡ വെച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചിത്രയും. വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കും. കാരണം നമ്മളിന്ന് പോവാൻ പോകുന്നത് എന്ത് വേണമെങ്കിലും സംഭവിക്കാട്ടോ. ചിലപ്പോ മുട്ടയിട്ടായിരിക്കാം, ചിലപ്പോ വല്ല കൂവലായിട്ടായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഇയേഴ്സ് ബാക്ക് എന്നെ ഞാനാക്കിയ നമ്മുടെ ക്രൈസ്റ്റ് കോളേജിലേക്കാണ് ഞാൻ പഠിച്ചത്. ക്രൈസ്റ്റ് കോളേജിലാണ്. നിറം സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിറത്തിൽ ആ ഒരു കോളേജാണ് ഞാൻ പഠിച്ചിട്ടുള്ള കോളേജ്. അപ്പൊ ഇന്ന് ഇവിടെ നമ്മളെ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പാട്ട് കൂടെ പാടും. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങള് കൊഞ്ചലായി. എന്തൊക്കെ മോഹങ്ങളായിരുന്നറിയോ? എത്രണ്ണം പൊട്ടി, എത്രണ്ണം പകുതി വഴിയിൽ പോയി, എത്ര അപ്ലികൾ. യു മീൻ അപ്ലി, മനസ്സിലായില്ലേ? അപ്പോ ഓരോ നുക്ക് ആൻഡ് കോർണർ, ഇവിടെ എന്ത് സംഭവിച്ചു, അവിടെ എന്ത് സംഭവിച്ചു, അങ്ങനെ എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഒരു ഒളിയും മറയും ഒന്നുമില്ലാണ്ട്. എനിക്ക് പണ്ടെന്നാണല്ലോ നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ വെൽക്കം ടു മൈ സ്പെഷ്യൽ വ്ലോഗ്. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ പഠിച്ച എന്റെ കോളേജിലേക്ക് നമ്മൾ ഒരുമിച്ച് പോവാണ്. ഇന്ന് അവിടെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫാഷൻ ഷോ നടക്കുകയാണ് കേട്ടോ. അതായത് സീനിയർ സിറ്റിസൺസിന്റെ കുറച്ച് ലൈക്ക് ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാരുടെയും അച്ഛന്മാരുടെയും മുത്തച്ഛന്മാരുടെയും അമ്മൂമ്മമാരുടെയും ഒക്കെ ഫാഷൻ ഷോ. അപ്പൊ അതിൽ നമ്മളെ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഒരുമിച്ച് പോവാം. ആൻഡ് ഓൾ ടോട്ടൽ എന്റെ കോളേജിൽ കാണിച്ചു തരാം. ഗൈസ്, നമ്മളിത് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു 5 minutes അവേ ആണ് നമ്മുടെ കോളേജ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. അതാണ് സത്യാവസ്ഥ. അപ്പോ എനിക്ക് എന്താണെന്നറിയില്ല, നമ്മൾ എക്സാമിന് വരണ പോലെ അല്ലെങ്കിൽ കലോത്സവത്തിന് പങ്കെടുക്കണ പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലാണ്. ഞാൻ ഇവിടെയാണ്, കറക്റ്റ് ഈ സ്പോട്ടിലാണ്. ഞാൻ 2 രൂപ കൺസെഷൻ ഒക്കെ കൊടുത്തിട്ടാണ് യൂഷ്വലി കോളേജ് ബസ്സല്ല, പ്രൈവറ്റ് ബസ്സിൽ ഇങ്ങനെ നിന്നിങ്ങനെ വരാറില്ലേ, ഷോളൊക്കെ ഇങ്ങനെ പിന്നൊക്കെ ചെയ്ത് അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് ചെയ്യുക. അപ്പൊ എപ്പോഴും ഇവിടെ 2 ചേട്ടന്മാര് നിൽക്കും ഈ സൈഡില്. ഒരു തവണ ഞാൻ ബസ് കയറി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവര് വീടിന്റെ ഫ്രണ്ടിൽ വരെ വന്നു. അതെനിക്കിങ്ങനെ ഭയങ്കര പേടിയൊക്കെ ആയിട്ടാ. അങ്ങനെ ഒരു കഥ, ഇൻസിഡന്റ് നമ്പർ 1. ബാക്കി കോളേജിൽ കയറട്ടെ. ഓരോ മരത്തിന്റെ പിന്നിലും ഓരോ കഥയുണ്ട് ഗൈസ്. ഇന്ന് ഞാൻ എല്ലാം പറയുന്നത്. ബട്ട് സീരിയസ്ലി സ്പീക്കിംഗ്, ഇത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. പഠിച്ച സ്വന്തം കോളേജില് നമ്മള് ലൈക്ക് വൺസ് നമ്മള് സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പോ ഇൻവിറ്റേഷൻ കിട്ടി, നമ്മളിതാ ഗസ്റ്റ് ആയിട്ട് പോവാണ്. അങ്ങനെ ഫൈനലി നമ്മളിതാ കോളേജിൽ എത്തുകയാണ്. ബാക്ക് ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ. ശരിക്കും എൻ്റെ ലൈഫിൽ ഇന്നാണ് ഇവിടെ നമസ്കാരം എനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റുന്നത്. ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ ലൈഫിൽ ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഞാനിവിടെ ഹലോ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങുമ്പോഴേ കൂവല് തുടങ്ങും. ഹലോന്റെ ഹാ പറഞ്ഞു തുടങ്ങുമ്പോഴേ കൂവല് തുടങ്ങും. ഇന്ന് വരെ ഈ ഒരു സ്റ്റേജിൽ ഒരു ഫുൾ സെന്റൻസ് എന്നെ കൊണ്ട് സീനിയേഴ്സ് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ അനുവദിച്ചിട്ടില്ല. ആ കൂവലിൽ നിന്നാണ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്.
ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനം. എന്താ പറയുക, അപ്പോൾ ഇതാണ് ലൈക്ക് ഞാൻ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും ഓഡിറ്റോറിയത്തിൽ ഞാൻ ഉണ്ടാവും. ഐതർ കൂവലേറ്റ് വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രോഗ്രാം റിഹേഴ്സൽസ് ഒക്കെ ആയിട്ട് മെയിൻ ബിൽഡിംഗ് എൻ്റെ ക്ലാസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദോ അവിടെ ക്യാമറ അങ്ങോട്ട് പോട്ടെ. പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം ഒക്കെ ഇവിടെയാണ്. പിന്നെ യാത്രയായി സൂര്യാങ്കുരം, പിന്നെ നിറം സിനിമ, അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ ആയിട്ട് എൻ്റെ ക്യാമ്പസ്, എൻ്റെ ഓരോ ക്ലാസ്സും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫൈനലി അങ്ങനെ ഒരുപാട് മൂവീസിൽ കണ്ടിട്ടുള്ള ഈ ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. ഇതാണ് ഞാൻ പറഞ്ഞ ഗേൾസ് ഗാർഡൻ. ഇവരെന്താ പറയണേ? വുമൻസ് കോർണർ. വുമൻസ് നമ്മളൊക്കെ ഒന്ന് ഗേളായിരുന്നു. എങ്ങാനും ഒരു ബോയ് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി വന്നാൽ ഈ ഗാർഡനിലേക്ക് വന്നാൽ പിന്നെ അന്നത്തെ ദിവസം പണിഷ്മെന്റ് ആയിരിക്കും. എന്ത് രസമാണ് നോക്കൂ. ഇപ്പോഴും ആ ഒരു ഗ്രീനറി ഒക്കെ കണ്ടോ, ഭയങ്കര ഭംഗിയല്ലേ? ക്യാമറയിൽ എത്രത്തോളം വൈഡായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ? ഒരുപാടുണ്ട്. നമ്മൾ +1 +2 പഠിക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടാണ് വരിക. കോളേജ് ഇത്രയും വലിയ കോളേജ്, ഇത്രയും മിക്സ്ഡ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രപ്പോസൽസ് ഒക്കെ സ്വാഭാവികമാണല്ലോ. ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല കേട്ടോ, അത് ടോപ്പ് സീക്രട്ട് ആണ്. ഓണം സെലിബ്രേഷൻ്റെ സമയത്താണ് ആദ്യത്തെ പ്രപ്പോസൽ വരണേ. അപ്പൊ നമുക്ക് ലൈക്ക് ടെൻഷനാണ് അന്നത്തെ കാലത്തൊക്കെ. കാരണം ഒരു 18 വയസ്സിൽ ഒരു പ്രപ്പോസലൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷനല്ലേ. ആ സ്പോട്ടാണ് കറക്റ്റ് ഈ ഗാന്ധിജിയുടെ ലൈക്ക് ഇവിടെയായിരുന്നു ആക്ച്വലി ഞാൻ ഇരുന്നിരുന്നത്. അവിടെ നിന്ന് ആ പുള്ളി വരണം. ആ പുള്ളി സീനിയർ ആയിരുന്നു. വന്ന് പ്രപ്പോസ് ചെയ്യുന്നു. കത്തായിരുന്നു അന്ന്. ഇത് തന്നതും ഇപ്പുറത്ത് കൂടെ പ്രിൻസിപ്പൾ പോയിക്കൊണ്ടിരിക്കുക. പ്രിൻസിപ്പൾ പോകുമ്പോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്ന് ചോദിച്ചു. പുള്ളി ആ വഴിക്കോടി, ഞാൻ ഈ വഴിക്കോടി. കത്ത് പ്രിൻസിപ്പൾ പിടിച്ചു. ഞാനാണെങ്കിൽ അത് ഫ്രഷ് ആയിട്ടൊന്നും വായിച്ചിട്ടും കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നടന്നൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. പിന്നെ എൻ്റെ കൈയക്ഷരമോ ഞാൻ കൊടുത്തതോ അല്ലാത്തതുകൊണ്ട് അത് ഞാൻ സേഫായി. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമ്പസിലേക്ക് പോവാം കേട്ടോ. മിക്ക ദിവസം എനിക്ക് ലേറ്റായി കമ്മിങ് ലേമി ഉണ്ടായിരുന്നു. ഞാൻ ലേറ്റൊക്കെ ആയിട്ടാ പോവാറ്. 9:30 കോളേജ് തുടങ്ങുമെങ്കിൽ ഞാൻ 9:50 ആകും ഇവിടെ എത്തുമ്പോൾ. എന്നും പ്രിൻസിപ്പൾ എന്നെ പിടിക്കുന്ന സ്ഥലം ഇവിടെയാണ്. സോ വെൽക്കം. അന്ന് നമ്മുടെ കുരുത്തക്കേടുകളൊക്കെ കണ്ടിരുന്ന ചേച്ചി, ഈ ചേട്ടൻ എല്ലാവരും ഉണ്ട്. സ്റ്റിൽ എനിക്ക് ഒരു ഓർമ്മയുണ്ട്. അവർക്ക് എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇയർ എൻ്റെ ക്ലാസ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് ഇയർ ലൈക്ക് ഫങ്ഷണൽ ഇംഗ്ലീഷ് ജേർണലിസ്റ്റ് ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ക്ലാസ് കാണിച്ചു തരാം. ഇതിപ്പോ BSc ലാബൊക്കെ ആക്കി. സോറി സർ. സാറുണ്ട് ഗൈസ്. ഇത് ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ് എടുക്കുക. ഓക്കെ ശരി, അവിടെ കൗണ്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അന്ന് ഞാൻ പുറത്ത്, ഇന്ന് ഞാൻ പുറത്തുനിന്ന്. ആക്ച്വലി ഇത് എൻ്റെ ഫസ്റ്റ് ഇയർ ആയിരുന്നു കേട്ടോ. ഫങ്ഷൻ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ഇവിടെ ആയിരുന്നു. ക്ലാസ് മാറ്റിപ്പോയി ഗൈസ്. ഇതാണ്, നമുക്കും പ്രായമാവുന്നു, കോളേജിന്റെ മുഖഛായകളും മാറുന്നു. ലൈക്ക് അതായത് ഇത് ഫുൾ എക്സ്റ്റെൻഡഡ് വേർഷൻ അല്ലേ. ഇതായിരുന്നു നമ്മുടെ ക്ലാസ്. അപ്പൊ അത് മാറി. കാലം മാറുന്തോറും മൊത്തത്തില് ലൈക്ക് ലൈഫ് ചേഞ്ചസ് എന്ന് പറയുന്ന പോലെ ലുക്ക് ചേഞ്ചസ്, അതുപോലെ കോളേജിന്റെ മുഖഛായം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എൻ്റെ കാലത്ത്. നമ്മൾ സൽവാർ ഇട്ട് വരണം, ലെഗിൻസ് ഇടാൻ പാടില്ല, ദുപ്പട്ട നമ്മൾ 2 സൈഡും ഇങ്ങനെ പിന്നൊക്കെ ചെയ്ത് ഇങ്ങനെ മറച്ച് നമ്മൾ പോകണം. അയ്യോ വെള്ളടിച്ചു, നോസ്റ്റു. മൊത്തത്തിൽ കാണുമ്പോഴേ മനസ്സിന് ഭയങ്കര ഒരു കുളിർമ. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ ഡ്യൂ ഡ്രോപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. അതായത് ഡ്യൂ ഡ്രോപ്സിൽ എങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രിൻസിപ്പളും അതുപോലെ ടീച്ചേഴ്സ് എല്ലാം സമ്മതിച്ചിട്ട് എനിക്ക് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഉച്ചയ്ക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ട്. ലഞ്ച് ബ്രേക്ക് വരുമ്പോൾ എൻ്റെ അമ്മ അവിടുന്ന് ലൈൻ ബസ്സിൽ ഇങ്ങോട്ട് വരും, എന്നെ പിക്ക് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ നേരെ ഇത് ആക്ച്വലി കല്ലേറ്റുങ്കര എന്ന് പറയും, ചാലക്കുടി ഭാഗത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ പിടിച്ചാണ് ഡ്യൂ ഡ്രോപ്സിന് പോവുക. ആക്ച്വലി 5 മണിക്കാണ് ഡ്യൂ ഡ്രോപ്സ് കൈരളി വീല് ലൈവ്. കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. കോളേജിൽ നിന്നും കൂടെ ആയതുകൊണ്ട് ചിലപ്പം എന്താ പറയാ 4:56 ആയിരിക്കും നമ്മളവിടെ എത്തുണ്ടാവുക. പിന്നെ ആകെ ഒരു ബഹളാണ് മേക്കപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയാ ഓൺ എയർ ലൈവ് ഷോയും കൂടെയാണ്. നമ്മൾ ഷാർപ്പ് 5 മണിക്ക് തന്നെ എത്തണം. പക്ഷെ കോളേജിൽ എല്ലാവരും സപ്പോർട്ട് ആയതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന്, അന്ന് കൊച്ചിയിലേക്കൊക്കെ പോവാ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. വേറെ എവിടെയോ ദുബായിലേക്ക് പോണ പോലെയാ. അപ്പം ഉച്ച വരെ ഇപ്പം എല്ലാവരും ഇപ്പം കോളേജിലെ പല ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളും പറയും ഉച്ചയ്ക്ക് ഇവിടെ 2 സൈഡും പിന്നൊക്കെ കുത്തി ഇവിടെ കണ്ട ആളാണല്ലോ, 5 മണിയാകുമ്പോൾ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ ലൈവില് കാണണേന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി അന്നൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു എപ്പിസോഡിന് 500 റുപ്പീസാ. പക്ഷെ നമുക്ക് പോയി വരാനുള്ള ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിയായിരുന്നു. അയ്യോ വീണ്ടും ഈ സമയത്ത് ബെല്ലടിച്ചു എന്ന് പറഞ്ഞു ഇവിടെ ചിലപ്പോൾ ലൈൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ പതുക്കെ ബെല്ലടിച്ചു പിന്നെ കാണാമേ എന്നൊക്കെ പറഞ്ഞ് പോണ സമയവും മിസ് ഇവിടാന്നൊക്കെ പറഞ്ഞിട്ട് അതും ആദ്യമായിട്ട് മൊബൈൽ കിട്ടിയത്, മെസ്സേജസ് കൈമാറണം. വാട്സപ്പ് ഒന്നുമല്ല, ഫുൾ ഓഫ് നെസ്റ്റോസ്. പിന്നെ ചിലരുണ്ട് എന്താ പറയാ ഒരു കാര്യം ഒരാളോട് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇന്റർമീഡിയറിയെ കൊണ്ടൊക്കെ നമ്മുടെ അടുത്ത് ദൂതൊക്കെ അയക്കുന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. പിന്നെ ലൈഫിൽ കോപ്പി അടിച്ച ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും, എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. പക്ഷെ ഈ ഫ്രണ്ട് ബെഞ്ചേഴ്സ് അന്നും അവർ പഠിച്ച അവർക്ക് മാത്രം എന്നുള്ളൊരു രീതിയാണ്. ഞാൻ അങ്ങനെയല്ല, പഠിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ ഞാൻ പാസ്സാക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടി കണ്ണുകൊണ്ട് കാണിക്കും, ഇത് നോക്കി എഴുതിക്കോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് ഗുഡ് മെമ്മറീസ്. ഇന്നും കോളേജിൽ വരുന്ന സമയത്ത് നേരെ നമ്മൾ വന്ന് നമസ്കാരം എപ്പോഴും ഇവിടെ വന്ന് തൊഴുതിട്ടാണ് കേട്ടോ നമ്മൾ ക്ലാസ്സിൽ കയറാറുള്ളത്. ഇതൊരു കടമുറിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തേൻ മിഠായി, തേൻ നിലാവ് എന്ന് പറയില്ലേ, അതും ഗ്രീൻ പീസ് ഒക്കെ കഴിക്കണേ ഇവിടെ 5 രൂപയേ ഉള്ളൂ. അതൊക്കെ ഒരു മെമ്മറിയാ. പ്രിൻസിപ്പൽ ഒരു മാറ്റമില്ല. എന്തായാലും എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ പോവാം. എന്നെ പഠിപ്പിച്ചിരുന്ന ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാട്ടോ. ഭാഗ്യം എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്തായാലും ക്ലാസ് റൂം ഒക്കെ മാറി, പക്ഷെ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഉണ്ട്. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എക്സ്ക്യൂസ് മീ സർ. യെസ്, എൻ്റെ ഡിപ്പാർട്ട്മെന്റാണ് കേട്ടോ. എപ്പോഴും അറ്റൻഡൻസ് കുറവിനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് എന്നെ ടീച്ചേഴ്സാണ് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യാറുള്ളത്. എനിക്ക് ഒരുപാട് പുതിയ ഫാമിലിയർ ഫേസസ് ആയിട്ട് ലൈക്ക് സാറാണുള്ളത്. ആൻഡ് ഹലോ ഹായ് ഹലോ ഹായ്, ഇതാണ് ഷിൻഡോ സർ. ഒരുപാട് സന്തോഷം വീണ്ടും ഈ ഡിപ്പാർട്ട്മെന്റിൽ വരാൻ പറ്റിയല്ലോ. ഞാൻ ആക്ച്വലി വർഗീസ് സാറും മേരി മിസ്സൊക്കെ ലൈക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ 3rd ഇയറിലുള്ള സമയത്തല്ലേ സാർ വന്ന് ഭയങ്കര എന്താ പറയാ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പൊളിച്ചടക്കി. നമ്മുടെ ഒളിമ്പിയൻ അന്തോണിയ മാധവ് ലാലട്ടൻ വരണ പോലെയായിരുന്നു. ഫുൾ പിള്ളേര് ക്ലാസ് പഠിക്കണ്ട, പുറത്തേക്ക് വരൂ. അങ്ങനത്തെ ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? ആളും അറിയില്ലേ ലൈക്ക് ഈ അറ്റത്തു നിന്നൊക്കെ എന്റെ ടീച്ചേഴ്സാ. യെസ്, VK ഫ്രാൻസിസ് സർ, CV ഫ്രാൻസിസ് സർ, തങ്കച്ചൻ സർ, സത്യൻ സർ ആൻഡ് ടോമി സർ. ഒരാളും കൂടെ ഉണ്ട്, മേരി മിസ്സും കൂടെ ഉണ്ട്.
ഫൈനലി തേർഡ് ഇയറിൽ ഞാൻ പഠിച്ച ക്ലാസ് കാണിച്ചു തരാം. തേർഡ് ഇയറിൽ, അതായത് കോളേജിനോട് ഏറ്റവും അധികം ഇഷ്ടം തോന്നി തുടങ്ങിയ സമയത്ത് നമ്മളിതാ കോളേജ് ലൈഫ് തീരുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിച്ച ക്ലാസ് ആണ് കേട്ടോ ഇത്. ഹലോ, കഴിക്കൂ. എന്താ സ്പെഷ്യൽ? ചോറ് സാമ്പാർ നാരങ്ങാച്ചാറല്ലേ? ഇതെന്റെ തേർഡ് ഇയർ ഫംഗ്ഷൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, എന്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ അത്. അതെ, നമ്മളും ഇങ്ങനെ തന്നെയായിരുന്നു ഫേസിങ്. അങ്ങനെ എന്തായാലും കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം കേട്ടോ. ക്ലാസ് റൂം ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ കോപ്പി അടിച്ച ക്ലാസ് ഇത്. ഭയങ്കര സന്തോഷം. എന്തായാലും നമുക്കൊരു സ്ട്രോങ് ചായയും ഒരു പരിപ്പോടെയും കൂടെ കഴിക്കാം. ഇവിടെ ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടപ്പൻ ചേട്ടൻ്റെ ചായക്കട, ചായക്കട എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻറ്റീനാണ്. കുട്ടപ്പൻ ചേട്ടൻ്റെ കട എന്ന് പറയാം. നല്ല പഴംപൊരി പരിപ്പോട ഒക്കെ കിട്ടും. കോളേജ് ക്യാൻറ്റീനിലേക്ക് പോവാം. ഗൈസ്, ആ മുരുമുര പരിപ്പോടയുടെ മണം ഇങ്ങോട്ടിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കുട്ടപ്പൻ ചേട്ടൻ്റെ ക്യാൻറ്റീൻ, ഇറ്റ്സ് ഹിയർ. കണ്ടിട്ട് വരാം. അങ്ങനെ നടന്ന് കുട്ടപ്പൻ ചേട്ടൻ്റെ ക്യാൻറ്റീൻ തപ്പിയിട്ട് ആ ക്യാൻറ്റീൻ ഇപ്പം അവിടെ എക്സിസ്റ്റ് ചെയ്യണില്ല. അപ്പോഴാണ് ലക്ഷ്മി കാരണമാണ് നമ്മളിന്ന് ഈ ഒരു ഈവെന്റിനോട് എത്തിയത്. ലക്ഷ്മി പറഞ്ഞു, ചേച്ചി ഇപ്പൊ പുതിയ ക്യാൻറ്റീൻ വന്നു എന്ന് പറഞ്ഞു. ജസ്റ്റ് കാണാനുള്ളൊരു കൊതി. ഹായ്, നമ്മളുള്ളപ്പം ഓടിട്ടിട്ടുള്ള കുഞ്ഞൊരു ക്യാൻറ്റീൻ ആയിരുന്നു കേട്ടോ. ഒരു 10 പേരെ കൂടുതൽ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഭയങ്കര ന്യൂജനായി. ഒരു സ്ട്രോങ് ചായ. ആദ്യമായിട്ട് ഞാൻ തേൻനിലാവ് കഴിച്ചത്. ചിലര് തേൻമിഠായി എന്നാ പറയാ. അത് ഞാൻ നമ്മുടെ കോളേജ് ക്യാൻറ്റീനിൽ നിന്നാ. ഈ ക്യാൻറ്റീനിൽ നിന്നല്ല, കുഞ്ഞു ക്യാൻറ്റീനിൽ നിന്നാ. ആ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം നമുക്ക് കഴിക്കാം കേട്ടോ. തേൻ ഒലിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ടേസ്റ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ എവിടുന്നും കഴിച്ചിട്ടില്ല. അന്നൊരു കുഞ്ഞു ഗ്ലാസ് ആയിരുന്നു. കാലം മാറി, സ്റ്റൈലിഷായി, ഗ്ലാസ് മാറി. കോളേജ് ക്യാൻറ്റീൻ, അവിടുത്തെ ഭക്ഷണം, അതൊക്കെ ഭയങ്കര വൈബാണല്ലേ. വീട്ടിൽ നമ്മൾ അഭിമാനത്തിൽ പറയും, ഇന്ന് ചോറ് വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ വന്ന് ചായ കുടിക്കുക. അതൊക്കെ ഭയങ്കര നൊസ്റ്റുമാണ്. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയും, ഞാനൊരു ക്രൈസ്റ്റ് കോളേജ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് കേട്ടോ. കാരണം ഈ കോളേജിന്റെ കരിയറിൽ തന്നെ വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ടീച്ചേഴ്സ് എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിന്ന് എന്തെങ്കിലും ചെറുതായിട്ടായിട്ടുണ്ടെങ്കിൽ. ശരിക്കും ഒരു സ്റ്റുഡൻ്റായിട്ട് ഒരിക്കലും ഇവിടെ 3 വർഷം പഠിച്ചിട്ട് ഇപ്പോൾ ഗസ്റ്റായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യാന്ന് പറയണതിൽ വലിയൊരു ഭാഗ്യം വേറെ എന്താ നമുക്ക് കിട്ടാനുള്ളത് അല്ലേ? ഒന്നും പറയല്ലേ, സ്പീച്ച്ലെസ്. അതുപോലെ അവിടെ കണ്ടോ, അവരിപ്പം ലഞ്ച് കഴിക്കുകയാണ്. എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് തൊട്ട് മുമ്പുള്ള ആ ഒരു ബെല്ല് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ ഹറി ബറിയായിട്ട് പഠിക്കുന്ന സമയമായിരുന്നു കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ആൻഡ്
ഈ ഓരോ കോറിഡോറും സ്ട്രൈക്കിന്റെ ടൈമൊക്കെ നമ്മൾ ഓരോ ദിവസം വരുമ്പോൾ ഇന്ന് എന്താ കോളേജിൽ ഹാപ്പൻ ചെയ്യാന്നുള്ളത് അറിയില്ല. ബിക്കോസ് മിക്ക ദിവസവും ഇവിടെ പാർട്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും സ്ട്രൈക്ക് ഒക്കെയാ. ചില ദിവസങ്ങളിൽ നമ്മൾ നേതാക്കന്മാരോട് ചേട്ടന്മാരോട് ചേട്ടാ ഇന്നൊന്ന് സ്ട്രൈക്ക് പറയോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോളേജിൽ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. അറ്റൻഡൻസ് ഒക്കെ എനിക്ക് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ എന്നാലും ദൈവാധീനം കൊണ്ടും പിന്നെ ലാസ്റ്റ് മിനിറ്റ് പഠിച്ച് പിന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കോളേജ് ലൈഫ് ആസ്വദിക്കാനും നല്ല മാർക്സോടുകൂടി പാസ്സാവാനൊക്കെ പറ്റി. അപ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് മൈ ക്രൈസ്റ്റ് കോളേജ്. ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഇങ്ങനെ ചെറിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തായാലും ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വീണ്ടും വരാൻ പറ്റി, ഗസ്റ്റായിട്ട് വരാൻ പറ്റി, ഒരുപാട് സന്തോഷം. ആൻഡ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ അനുഗ്രഹത്തിനും അവരുടെയൊക്കെ ആ ഒരു പ്രാർത്ഥനയ്ക്കും ഒക്കെ വലിയൊരു നന്ദി. ഞാൻ നീലിട്ടോ വന്നിട്ടോ, നീലക്കുയിൽ. അപ്പൊ ശരി, കാണാം ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലില്. ഇപ്പൊ ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലെ. നമ്മളെ യൂണിവേഴ്സിറ്റി ടൈമില് എക്സാമിനൊക്കെ വരുമ്പോ നമുക്കൊരു ടെൻഷൻ വരില്ലേ, പട്ടപ്പട്ട ഇടിക്കില്ലേ? അതുപോലെ എന്താ പറയാ, സ്റ്റേജിൽ കയറുമ്പോ ഉണ്ടാവുന്ന ഒരു ടെൻഷനൊക്കെ ഇല്ലേ, അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നുണ്ടായിരുന്നു. കോളേജിൽ കയറി സ്റ്റേജിൽ കയറി ഇപ്പൊ കൈ ഇങ്ങനെ മരവിച്ചിരിക്കുക. എത്രയാണെങ്കിലും 10-12 വർഷം നമ്മൾ പുറകോട്ട് പോകല്ലേ. ഇറ്റ് വാസ് വെരി ഹാപ്പി. ഇതെല്ലാം നമ്മുടെ കോളേജിന്റെ ഏരിയ തന്നെയാണ് കേട്ടോ, തീർന്നിട്ടില്ല കോളേജ്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. അയ്യോ, പക്ഷെ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല കേട്ടോ. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. എനിക്ക് സപ്ലികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പോയില്ലെങ്കിലും കോളേജിൽ പോയില്ലെങ്കിലും മാവേലി ആയിരുന്നെങ്കിലും എക്സാം ടൈമിൽ നന്നായിട്ട് പഠിച്ച് ടീച്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നല്ല കുട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ ബാക്കി ഞാനിങ്ങനെ ഓരോ കുരുത്തക്കേടുകളൊക്കെ ഇങ്ങനെ അയിവരക്കി ഓർത്തെടുത്ത് നേരെ വണ്ടീനി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കുറുക്കഞ്ചേരിയിലേക്ക്. ആൻഡ് ബൈ ദ വേ ഇറ്റ് വാസ് ഓൾ അബൌട്ട് ലൈക്ക് കമന്റ്സ് ഐറ്റം കൊണ്ടുവരും. ചേച്ചി ഏത് സ്ട്രീം ആയിരുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു, ഫങ്ഷണൽ ഇംഗ്ലീഷ് ജേർണലിസം. അങ്ങനെ ലക്ഷ്മി നക്ഷത്രയാണ്. ബൈ.